എല്ലാവരും ഒളിച്ചേക്കുന്ന സംഭവം. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് പറയാണ്. ഇവര് കറങ്ങാൻ വേണ്ടി പോയി റൂം എടുത്തു എന്നാ ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഈ നന്ദനയും പയ്യനുമായിട്ട് പോയി എവിടെ പോയി റൂം എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ നന്ദനയും പയ്യനുമായിട്ട് പോയി എവിടെ പോയി റൂം എടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് ഈ വിഷയത്തിലുള്ള വളരെ സീക്രട്ട് ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവം. എന്നോട് പറഞ്ഞവര്, പക്ഷെ ഞാനായിട്ട് ഒരു കാരണവശാലും ഒരു വ്യക്തിയോട് പോലും ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ സംസാരിച്ചു എന്നല്ലാതെ ഒരിക്കലും ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടന് ഒന്നും നോക്കണ്ട, ചുമ്മാ പ്ലക്ലോ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനൊരു ലൈക്കും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കയറിയെങ്കിൽ പോകും. അങ്ങനെ കയറിപ്പോയി കഴിയുമ്പോൾ എനിക്കെന്താടാ ഗുണമെന്ന് ചോദിക്കുന്നവരോട് ഗുണമുണ്ട്. ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ നമ്മൾ ഗുണം ഉണ്ടാക്കി തരാം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നന്നാവണം. അതിനുള്ളൊരു സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് മറ്റ് ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് അവർക്കെതിരെ സംസാരിച്ചതും അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. ബേസിക്കലി ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ ഈ അറിഞ്ഞും പറഞ്ഞും ഇരുന്ന് ആവശ്യമില്ലാതെ വിമർശിക്കുന്നത് വലിയ കഥയൊന്നുമില്ല. പക്ഷേ വിമർശിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്. നിർബന്ധിതരാകാനുള്ള കാരണം വ്യൂസ് അതിനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും വിമർശിക്കുകയാണ്. ഇതിനകത്ത് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, ആദ്യമായി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അവരുടെ ഒരു മൂത്ത മകളുടെ കല്യാണം എല്ലാം സെറ്റായപ്പോഴത്തേനും ആ മകൾ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം കാലങ്ങൾക്കിപ്പുറം രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേനും രണ്ടാമത്തെ മകൾ ഈ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച ആളുടെ കൂടെ തന്നെ ഒളിച്ചോടിപ്പോയി. അപ്പോൾ ആളുകളെല്ലാം ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആളുകളെ വിമർശിക്കാൻ തുടങ്ങി, ഈ അച്ഛനും അമ്മയും വിമർശിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ അച്ഛനും അമ്മയും ചില ആളുകളെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ സൈഡിൽ നിന്നുള്ള ന്യായീകരണം പറയുകയും ഈ ന്യായീകരണം കേട്ട ആളുകളെല്ലാം ആ പറഞ്ഞ ന്യായീകരണത്തിൽ കൺവിൻസ്ഡ് ആവുകയും അല്ലെങ്കിൽ അവർക്കത് ശരിയെന്ന് തോന്നുകയും അവർ ഈ മാതാപിതാക്കൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അനുകൂലമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും എന്താണ് വിഷയം എന്നാരും പറഞ്ഞില്ല. അപ്പോൾ ചില പ്രമുഖ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിന് മാത്രമേ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് അറിയത്തുള്ളൂ. ബാക്കി നമ്മളെല്ലാം ഇങ്ങനെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയത്ത് ഈ ഇരുട്ടിൽ തപ്പിയ സാധനങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചില ആൾക്കാരുടെ വായിൽ നിന്നും എന്താണ് സംഭവം എന്നുള്ളത് പുറത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഒരരുവേന്നങ്ങ് തുടങ്ങാം. എന്നാ കേട്ടോ. പിന്നീട് എല്ലാ കുടുംബത്തിലും കാണും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും. ഇതൊക്കെ സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? പുറത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത്, ഇപ്പൊ തന്നെ ഞാൻ എടുത്ത് പറയാം, നിങ്ങളിപ്പം പറയുന്ന എല്ലായിടത്തും പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് ഈ നന്ദനയും ഈ പയ്യനുമായിട്ട് എന്താണ് എല്ലാവരും ഒളിച്ചേക്കുന്ന സംഭവം. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് പറയാണ്. ഇവര് കറങ്ങാൻ വേണ്ടി പോയി റൂം എടുത്തു എന്നാ ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഈ നന്ദനയും പയ്യനുമായിട്ട് പോയി എവിടെ പോയി റൂം എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ നന്ദനയുടെ പ്രശ്നമില്ല, അവർ റൂം എടുത്തതല്ല. അവര് പറയുന്നത് എന്താണ്, അവരുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയതാണ്. അത് അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു വരുത്തിയതാണ്. ഇൻ കേസ് റൂം എടുത്തെന്ന് വരുത്തിക്കും. ഇൻ കേസ് അവര് റൂം എടുത്തു എന്ന്, ഈ റൂം എടുത്ത് ഈ കറങ്ങാൻ വേണ്ടി വിട്ടതാരാ? അച്ഛനമ്മ തന്നെയാണല്ലോ വിടുന്നത്, നിങ്ങൾ തന്നെയാണ് വിട്ടത്. അപ്പൊ ഒരു അതിൻ്റെ ഇടയ്ക്ക് പരസ്യം കയറി വന്നത്, അത് പോട്ടെ, നമ്മൾ അവളെ കൊണ്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവർ സംസാരിച്ചതിൽ ഒരു പ്രശ്നം. അതായത് ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മകളും കെട്ടാൻ പോകുന്ന ആളും കൂടെ എവിടെയോ റൂം എടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇളയ മകൾ എപ്പോഴും മൂത്ത മകളോട് ഈ കാര്യം സൂചിപ്പിച്ചു. മൂത്ത മകൾ ഇത് അമ്മയോടും അച്ഛനോടും സൂചിപ്പിച്ചു. അമ്മയും അച്ഛനും ഇത് ഈ ചെറുക്കൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേനും അവരത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഇതിനകത്തെ ഒരു ബേസിക് സംഭവം. അപ്പോൾ ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സിന് മാത്രമേ ഇത് പൂർണ്ണമായും മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 50-55 മിനിറ്റ് ഉണ്ടാകും, അതായത് 1 മണിക്കൂർ. ഈ ഒളിച്ചോടി പോയ ഇപ്പോഴത്തെ മകളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഉണ്ടാവും. അതിന് മുമ്പത്തെ മകളുടെ വീഡിയോ 1 മണിക്കൂർ ഉണ്ടാവും. ഈ 1 മണിക്കൂർ വെച്ച് നമ്മൾ 3 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ ഇത് സ്ഥിര ഓഡിയൻസിനെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് എന്തോ സാധനം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഇരുന്ന് കാണും, അപ്പോൾ നമ്മുടെ 3 മണിക്കൂർ പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് മുമ്പ് എന്തോ സാധനം ഉണ്ടെന്ന്. ആ മുമ്പത്തെ സാധനം ഇരുന്ന് കാണുമ്പോഴത്തേനും 3 മണിക്കൂർ പോകും. അപ്പോൾ ഒരു റെഗുലർ ഓഡിയൻസിനെ ഇത് കറക്റ്റായിട്ട് എന്താണ് ഇവർ പറയുന്നതെന്ന് അപ്പോൾ കത്തത്തുള്ളൂ. അപ്പോൾ കത്താത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മനസ്സിലാകാനായിട്ട് നമ്മളെപ്പോൾ ഉള്ളവന്മാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കേട്ടത് രാജ് ടോക്സിലെ അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേട്ടത്, ഇങ്ങനെ റൂം എടുത്ത കേസ്. ഇത് തന്നെയാണോ ഇവർ വിളിച്ചിട്ട് മറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുമ്പോൾ, ഈ സാധനം ഗോപ്രോ റിയാക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇത് വെളിപ്പെടുത്തി, ഇത് തന്നെയാണ് സംഭവം.
കേൾപ്പിക്കാം, കേട്ടോ. പറയട്ടെ, ഇവര് കറങ്ങാൻ വേണ്ടി പോയി റൂം എടുത്തു എന്നാ ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഈ നന്ദനയും പയ്യനുമായിട്ട് പോയി എവിടെ പോയി റൂം എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ നന്ദനയെ കുറിച്ചില്ല, അവർ റൂം എടുത്തതല്ല. അവര് പറയുന്നത് എന്താണ്, അവരുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയതാണ്. അത് അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു വരുത്തിയതാണ്. ഇൻ കേസ് റൂം എടുക്കുന്ന ഇതാണ് ഈ വിഷയത്തിലുള്ള വളരെ സീക്രട്ട് ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവം. എന്നോട് പറഞ്ഞവര്, പക്ഷെ ഞാനായിട്ട് ഒരു കാരണവശാലും ഒരു വ്യക്തിയോട് പോലും ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ സംസാരിച്ചു എന്നല്ലാതെ ഞാൻ ഒരാളോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് സംഭവം. ആ ഒരു സാധനം ഇദ്ദേഹവും കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ പോയി എവിടെയോ റൂം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ മാതാപിതാക്കൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഗോപ്രോ മച്ചാനോടും അതുപോലുള്ള മറ്റ് ചില ബ്ലോഗേഴ്സിനോടും സംസാരിച്ചു. നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തരുത്, ഇവിടം വരെ കണ്ടൊരു ബാക്കിയും കൂടെ കാണണം. ബാക്കി വോയിസ് കൂടെ കേട്ടിട്ട് ലാസ്റ്റ് നമുക്ക് സംസാരിക്കാം. ആളുകൾക്കിടയിലുള്ള ഒരു സെലിബ്രിറ്റി, ഒരു ലേഡി, ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുമായി ഈ പയ്യന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഇവൻ അയച്ചിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ ഇവരുടെ കയ്യിലെത്തി. അതായത് ഇവരുടെ ചേച്ചി, ഈ പെണ്ണ് ഓടിച്ചോടി പോയിട്ടുള്ള ഈ പെണ്ണ്, എനിക്ക് പേര് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി പറഞ്ഞു. ഈ ചേച്ചീൻ്റെ കയ്യിലെത്തി. ചേച്ചിയുടെ അടുത്താണ് ഈ സംഭവം കിട്ടിയത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കല്യാണത്തിന് മുന്നേ ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തത്. ആ പയ്യന് യാതൊരു ഷെബിൻ എന്ന് പറഞ്ഞ ചെക്കനത്തിൽ യാതൊരു വിധ റോളും ഇല്ല. ഞാൻ കേട്ടോടത്തോളം, ഞാൻ പറഞ്ഞിടത്തോളം ഈ അച്ഛനമ്മയ്ക്ക് ഈ ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഇവരെ ഇതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ് തോന്നണം. അത് സ്വന്തം മകൻ്റെ ഭാര്യ. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു സംഭവം ഉണ്ട്. ഈ ചെക്കൻ, ഈ കല്യാണം കഴിക്കാൻ പോണ ചെക്കൻ അങ്ങനെ ഒരു പെണ്ണ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇത് ചോദിക്കാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ മെസ്സേജിൻ്റെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞത് ഈ പെണ്ണെന്നെയാണ്, ഒളിച്ചോടി പോയ പെണ്ണെന്നെയാണ്. ഏതായാലും അവർ പറയുന്നത് കേൾക്കാം. ഇതൊരു അൽഖ്വയ്ദ സാധനമാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നില്ല. ഇത് ഈ മൂത്ത ചേച്ചിയുടെ വീഡിയോയിൽ മൂത്ത ചേച്ചി എക്സ്പ്ലനേഷനകത്ത് ഇത് പറയുന്നുണ്ട്. അവളിങ്ങനെ കൂട്ടുകാരിയെ വിളിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ തിരക്കാൻ, അങ്ങനെ ഞാൻ ഇങ്ങനെ തിരക്കി. ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലൊരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് ഈ ചെറുക്കനൊരു ബന്ധമുണ്ട്. ഇത് റീസെൻ്റായിട്ട് വന്നുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഫസ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 1 ഞാൻ പറഞ്ഞുതരാം. ഈ അച്ഛനും അമ്മയും ഇത്തരത്തിലൊരു കാര്യം ഒരിക്കലും യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ആരോടായാലും നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഈ കാര്യം പുറത്ത് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സമൂഹത്തിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആർക്കാണ് ഇനി ചീത്തപ്പേരുണ്ടാകുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ചീത്തപ്പേരാണ്, നിങ്ങളുടെ മക്കൾക്ക് ഇത് ചീത്തപ്പേരാണ്. ഒരിക്കലും ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഈ അച്ഛനും അമ്മയും ഈ ഉപ്പും മുളകും ലൈറ്റിൽ നിൽക്കുന്ന അവർ രണ്ടും നിഷ്കളങ്കരാണെന്ന് തോന്നുന്നു. അല്ലാത്ത പക്ഷം ഇത് അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്ന എല്ലാവരോടും ഇവർ തുറന്ന് സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ സമ്മതിക്കുമ്പോഴത്തേനും എല്ലാവരും എത്തിക്സ് ഉള്ളവരാകണം എന്നില്ല, എല്ലാവരും അത് മനസ്സിൽ സൂക്ഷിക്കണമെന്നില്ല. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, എന്തെങ്കിലും ഒരു സമയത്ത് വ്യൂ പ്രതീക്ഷിച്ചോ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കോ ചൊറിച്ചിലിനോ പ്രതികരിച്ചോ ഈ സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞ ആളുകളിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 2, നിങ്ങളിത് കുറേ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചു, അവരെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ്റെ ഭാഗത്താണ് ശരി, അമ്മയുടെ ഭാഗത്താണ് ശരി, ഞങ്ങൾ സംസാരിക്കത്തില്ല, ഞങ്ങൾ പറയില്ല, അതെന്താണെന്ന് നിങ്ങൾ അറിയേണ്ട പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേനും ആൾക്കാർക്കത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകുകയും കാണുന്ന ആളുകൾ ഇതിന് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ ഇറങ്ങി ചില ആൾക്കാർ ഇത് സാധനം കണ്ടുപിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഗോസിപ്പുകൾ ഇറങ്ങുമ്പോഴാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർക്ക് ഇത് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നത്. ഇനി അടുത്ത കേസ്, കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെൻ്റായി, അവർ തമ്മിൽ വളരെ നല്ല രീതിയിൽ അടുത്തതിന് ശേഷം ആ കുട്ടിക്ക് എനിക്കൊന്നും അധികം പ്രായവും പക്വതയൊന്നും കുറവാണ്, 19-20 വയസ്സെന്തേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പയ്യനുമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ ഈ ഒരു സ്നേഹബന്ധം തലയ്ക്ക് പിടിച്ചൊരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ചെറുക്കൻ നല്ലവനാകട്ടെ ചീത്തയാളാവട്ടെ, A or B എന്തോ ആകട്ടെ, ആ കുട്ടിക്ക് അയാളുടെ ഒരു അഡിക്ഷൻ ഉണ്ടാകുക തന്നെ ചെയ്യും. ആ ആളുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കും. ഇനി തല പോണ കേസാണെന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കില്ല. ഇനി ഇതിനകത്ത് ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ ആ പെണ്ണിനെ തന്നെ കെട്ടി അവർ സന്തോഷപൂർവ്വം ആ കുടുംബജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല, നന്നായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി മറ്റൊരു സംഭവം ഇതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞില്ലേ, അതിങ്ങനകത്തൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയത്തില്ല, ഇങ്ങനെ പറയത്തില്ല. അത് കഴിഞ്ഞ് ഇന്ന് അവരെല്ലാവരും ഈ ഇന്നലെ വന്ന് ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളെല്ലാം പലതരത്തിലുള്ള ഹിൻറ്റുകൾ കൊടുത്തു. അപ്പോൾ ഹിൻറ്റുകൾ കൊടുക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ അതിലെന്ത് നെറ്റ്ഫ്ലിക്സാണ്, എന്ത് ആദ്യം പറയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോയുടെ ആവശ്യമില്ലായിരുന്നു. രണ്ടാമത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ വീഡിയോയിൽ പിന്നെ വന്ന് ഹിൻസ് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കേണ്ടതായ കാര്യമില്ല. ഈ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ഈ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കേണ്ട പേഴ്സണൽ കാര്യം നിങ്ങളുടെ ഇതിനകത്ത് തന്നെ നിൽക്കണം. നിങ്ങളിത് പുറത്തേക്ക് വിടുമ്പോഴത്തേനും, അത് പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേനും പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് പറയും. ബേസിക്കലി ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നെഗറ്റീവ് സാധനം ഇട്ട് കഴിഞ്ഞാൽ, ഒരാളുടെ കുറ്റമോ പ്രശ്നമോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകും, 100% ഉറപ്പാണ്.
പക്ഷേ മറ്റേ ഉണക്കമീൻ പോലെ ഫുൾ നാറും. കുറേ നാറ് നമുക്ക് റീച്ച് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് കാണിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്ന സാധനങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. ആ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളാണ് നമ്മളൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളാരും നിങ്ങളുടെ കുടുംബത്തിൽ വന്നിങ്ങനെ മാറ്റി നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രശ്നമൊന്നും ഇല്ലല്ലേ, ശരി അടുത്തവൻ്റെ പ്രശ്നമുണ്ടോ, ഇവിടെ പ്രശ്നം, അങ്ങനെ വരാൻ പോകുന്നില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തിടുന്നോ ആ സാധനം എടുത്തിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന, പലതരത്തിലുള്ള ഫൈൻഡിങ്സുകൾ പറയുന്നത്. അപ്പോൾ ചിലർ അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോയിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതൊക്കെ. സോ നിങ്ങൾ ഇത്രയും നിഷ്കളങ്കരാകാതിരിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുറന്ന് അധികം മറ്റൊരാളോട് പറയേണ്ട ആവശ്യമില്ല. മറ്റൊരാളോട് പറയാതിരിക്കുന്നതായിരുന്നു ഏറ്റവും ഉചിതം. ഏതായാലും ഇതിനകത്ത് ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഇതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞ അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. 2 പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. എനിക്കങ്ങനെ ഒരാളുടെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണമൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല. ഇവരൊക്കെ പറഞ്ഞ വരെ ആ സത്യവും എന്നോടൊപ്പം ഇല്ലാതാവട്ടെ. എന്ന് പറഞ്ഞ് ഞാൻ തട്ടിപ്പോകുന്നില്ല കേട്ടോ, എന്തായാലും ആട്ടെ. ഏതായാലും ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ. അവർ റൂം എടുത്തതും ഈ പയ്യൻ്റെ മുൻ പ്രണയം അല്ലെങ്കിൽ ചാറ്റുകൾ പൊക്കിയതും. അപ്പോൾ ഇതിനി ഫ്യൂച്ചറിലൊരു വള്ളിയായിട്ട് വരുമോയെന്നൊന്നും അറിയാൻ പാടില്ല. എന്നിരുന്നാലും നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ആരാധകർക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടൊന്നാകട്ടെ. ആ പയ്യനും ആ കുട്ടിയും കൂടെ നന്നായിട്ട് ജീവിച്ചു പോട്ടെ. ഈ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സോൾവ് ആക്കി പഴയതുപോലെ ഒരു സന്തുഷ്ട കുടുംബമായി നമ്മളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ഫാമിലിയിലുള്ള എല്ലാവരും, നിങ്ങളെല്ലാവരും പരസ്പരം ചെളിവാരി എറിയുന്നത് നിർത്തുക. ഫാമിലി വ്ളോഗേഴ്സായിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ ഫാമിലി വ്ളോഗ്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ പരസ്പരം വാരി എറിയാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ നെഗറ്റീവുകൾ മറ്റുള്ള കുറ്റം പറഞ്ഞ് അത് നിങ്ങൾക്ക് അന്നേരം ഒരു റീച്ച് ഉണ്ടാക്കും. പക്ഷേ മാറ്റ കേസായിപ്പോവും. ഇതൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പൈസക്കായിട്ടാണ്. ഇപ്പോൾ ഇവരുടെ വീഡിയോ നോക്കിയാലും ഇവർ അവളുടെ സ്വഭാവം മാറി, ഇവൻ്റെ സ്വഭാവം മാറി, അവൻ എന്തിനു ഒളിച്ചോടിപ്പോയി, അങ്ങനെ കുറേ സാധനങ്ങൾ ഇന്നുണ്ട്. നിങ്ങൾക്കത് വ്യൂസാണ്, നിങ്ങൾക്കത് കണ്ടൻ്റ് ഉണ്ട്, നിങ്ങൾക്കത് മണിയാണ്. നിങ്ങളങ്ങനെ വീഡിയോ ഇടുമ്പോൾ അത് നമ്മളെടുക്കും, നമുക്ക് വായി തോന്നുന്നൊക്കെ പറയും. നമുക്കത് വ്യൂസാണ്, നമുക്കത് പണമാണ്, നമുക്കത് കണ്ടൻറ്റാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരുത്തന് അത് കണ്ടൻറ്റാണ്, വ്യൂസാണ്, പണമാണ്, എനിക്കും അത്. അപ്പോൾ ആ ഒരു ബോധത്തോടെ മാത്രം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.